You're from... No problem. So guys, anyway, എൻ്റെ ഫോൺ again ചാർജ് ആയി. I mean, they help a lot. അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ ഫോൺ ചാർജ് ചെയ്ത് ഇപ്പോൾ ഏകദേശം 60% ചാർജ് ഉണ്ട്. സോ നമുക്ക് ഇനിയും വീഡിയോ തുടരാൻ പറ്റും. ഐ മീൻ കുറേ ടൈമായിട്ട് അവിടെ ചാർജ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു പിസ്സ കഴിച്ചു. പിസ്സ കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു, രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ഐസ്ക്രീം ഓർഡർ ചെയ്തു. അത് പക്ഷേ എന്താ നിർഭാഗ്യവശാൽ അത് ഇവിടുത്തെ കറണ്ട് പവർ സപ്ലൈ ഫുൾ അടിച്ചു പോയി. കഴിച്ചു ഒന്നും ബാക്കിയില്ല, ഫുൾ അടിച്ചു പോയി. ഒരു സാധനം ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അവരവിടെ ടെക്നീഷ്യൻ ദുബായിൽ നിന്ന് വരണമെന്ന് ചോദിച്ചു. അവർ അല്ലല്ല അങ്ങനെയല്ല, ഐ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പവർ സപ്ലൈ ഫുള്ള് പോയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അവരെനിക്കൊരു ഇത് കോഫിയല്ല, ജസ്റ്റ് ഒരു ലൈം ഇട്ടിട്ട് അങ്ങനെ ഒരു സംഭവം തന്നു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും തണുപ്പുള്ള സംഭവം തരാൻ പറഞ്ഞു. ആൾറെഡി ഐ മീൻ ഇപ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റുണ്ട്. സോ ഇനി എനിക്ക് ഇവിടെ ഹൈക്കിങ്ങിന് പോകണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ഇനി നേരെ അങ്ങോട്ട് പോകാൻ വെച്ച് സമയം താമസിക്കുന്നില്ല. സമയം താമസിച്ചാൽ ഇങ്ങനെ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ പിറകെ ഓടണമല്ലോ. നമുക്കിനി നേരെ ഹൈക്കിങ്ങിന് പോകാം. ഹൈക്കിലോട്ട് കയറാനായിട്ട് പോകാം. അതിന് ഇവിടെ 2-3 ലൈൻസ് ഉണ്ടല്ലേ. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളതിനാണ്, ഗ്രോസറി ഐറ്റംസിന്. ഇനി രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കയറാനുള്ള വേയാണ്. മൂന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ഷട്ടിൽ ബസ് സർവീസിനായിട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും ഇതിലേക്ക് കയറാൻ നോക്കാം. ക്യൂ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഹയാക്കിങ്ങിന് വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. ആ ലൈനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കണ്ടേ, ഇത് നൈസാണ്. ഇവിടെ ഒരുപാട് സ്റ്റാഫ്സ് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു സേഫ്റ്റി ഒരു കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇവിടെ കണ്ടില്ലേ, ഒരുപാട് സ്റ്റാഫ്സ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ഇതാണ് അതിനുള്ള ക്യൂ. Where can I take from the ticket? Where can I take the ticket? ഇതാണ് അതിനുള്ള ക്യൂ ഉണ്ടല്ലേ. ഇവിടെ ക്യൂ ഉണ്ട് അല്ലേ. ഹത്ത ഹയാക്ക് വലിയ ക്യൂ ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണെന്ന്. സംഭവം ഫുഡ് കഴിക്കാനുള്ള ക്യൂ മാത്രമല്ല, ഹൈക്കിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് വരുന്നതേ ഉള്ളൂ. ഇന്നലെ ഞാനിവിടെ സംസാരിച്ചപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നലെ അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് വളരെ കുറവാണ്. ഇതുകൊണ്ടോ അപ്പോൾ ശരിക്കും ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഷട്ടിൽ ബസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഇവിടുത്തെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. 2 കൗണ്ടറുണ്ട്. തിരക്ക് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം 2 കൗണ്ടർ വെച്ചേക്കാണ്. ഒരുപാട് പേര് ഈ സംഭവം ഡോണറ്റ് പോലെ ഇരിക്കുന്ന സംഭവം എടുത്തിട്ട് ഇങ്ങനെ കറയും കളിക്കണം. അവസാനം ഇവിടുന്ന് വണ്ടി പോയിട്ട് അവരെ വലിച്ചുകൊണ്ട് വരുന്ന അവസ്ഥയെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കയറിയിട്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഡാമാട്ടോ, നല്ല ആഴമുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ആഴമുണ്ടെന്ന്. ആ തെന്നിട്ട് പേടിപ്പിച്ചതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ സിംഗിൾ ഹൈക്കിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 60 ദിറംസാണ് വരുന്നത് അല്ലേ. 60 ദിറംസ് ഈസ് ടു മച്ച് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ കൂടുതലാണ്. കാര്യം ഇത് ലീസിന് എടുത്തിരിക്കുന്ന അവർ. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഓക്കെ നോ പ്രോബ്ലം. ദിസ് വൺ ഓക്കെ താങ്ക് യു. അങ്ങനെ അടിപൊളിയായിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇതെൻ്റെ കാർഡ്. ഓക്കെ, അത് പോക്കറ്റ് വെച്ചു. ഇതാണ് സിംഗിൾ ഹയാക്കണ്ടല്ലേ. കാർഡൊക്കെയാണ് കേട്ടോ. ഭയങ്കര സംഭവം. ഇത് ശരിക്കും നല്ലൊരു പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പേപ്പറാണെങ്കിൽ ഇവിടെയൊക്കെ വലിച്ചു ഇടും. ഇത് അവിടെ കൊടുക്കുമ്പോൾ അവരവിടെ മേടിച്ചിട്ട് ഇത് പിന്നും റീയൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ദെൻ എനിക്കൊരു 10% ഡിസ്കൗണ്ട്. ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്, കാര്യമാക്കണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൂപ്പണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫുഡ് ഇവിടെ റിസോർട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കൂപ്പണും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് സിംഗിൾ യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് ഇത് റെസിപ്റ്റ് നമ്പറാണ്. ജസ്റ്റ് ഇവിടെ റെസിപ്റ്റ് ഇല്ലാതെ കൊണ്ട് അപ്പോൾ അവരങ്ങനെ തന്നതാണ്. ഐ മീൻ ഡേറ്റും കാര്യങ്ങളും ഇട്ടിട്ട് അവിടെ എന്തോ പ്രശ്നമാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നോ. എനിവേ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഒരു സീനെന്ന് വെച്ചാൽ എൻ്റെ ഷൂ ഒരു പണി കിട്ടി അല്ലേ. ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്.
ഡാൻസിങ് കാര്യങ്ങളൊക്കെ. ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അതിൽ ഷൂ ഉണ്ടല്ലേ, അവിടെ മലയിൽ കയറിയപ്പോൾ ഷൂ ഒരു പണി കിട്ടി. എന്നാലും കുഴപ്പമില്ല, ഐ ക്യാൻ യൂസ്. ഓ അതെന്താണെന്ന് വെച്ചാൽ നല്ല വലിയ മൗണ്ടൻസും കാര്യങ്ങളും അല്ലായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഇങ്ങനെ ഇതായിപ്പോയതാ, ഇളകിപ്പോയതാ. ഓക്കെ താങ്ക് യു. ഗോ നമുക്ക് ഇവിടെയാണ് കൗണ്ടറും കാര്യങ്ങളും വരുന്നത് അല്ലേ. ഓക്കെ, നമ്മളവിടെ നമ്മുടെ കാർഡ് കൊടുക്കുക, സിംഗിൾ കയാക്ക്. നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്, ആ വെരി നൈസ് ചെയ്യാൻ. ഇതുണ്ടോ മീനുകൾ, ഒരു ശരിക്കും ഫിഷസ് ഉണ്ട് കേട്ടോ, വലിയ ഫിഷസും കാര്യങ്ങളും കണ്ടോ, ശരിക്കും ഫിഷസ് ഉണ്ട് ശരിക്കും. ഇതൊക്കെ ഞാൻ ചോദിച്ചു, ഇവർ കൊണ്ട് ഡംപ് ചെയ്ത ഇട്ടാണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ശരിക്കും ഇവിടെ ഉള്ള നാച്ചുറൽ ഫിഷസ് ആണെന്നാണ് പറഞ്ഞത്. അല്ലേ, ശരിക്കും വലിയ ഫിഷസൊക്കെ ഉണ്ട്. നോട്ട്സ് ഓൾ ടു എക്സ്ചേഞ്ച് ബോട്ട്സ് അല്ലേ. വാവ് വെരി നൈസ് ചെയ്യാ. അതിങ്ങനെ ഫുഡ് എന്തോ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. ശരിക്കും ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഡാമല്ലേ, ഡാമിൽ എന്തായാലും തീർച്ചയായും ഫിഷസും കാര്യങ്ങളും കാണുമല്ലോ. ഓക്കെ, ഇനി ലൈഫ് ജാക്കറ്റ് ലോക്കറില്ലേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ജാക്കറ്റ് കളക്ട് ചെയ്യണം. നമ്മളിവിടെ നമ്മൾ ജാക്കറ്റ് കളക്ട് ചെയ്തു. ജാക്കറ്റ് കളക്ട് ചെയ്തിട്ട് അപ്പുറത്ത് ലോക്കറുണ്ട്. ഓക്കെ, where can I put this one? You can put there and after you will wear. Close your eyes. Is it enough? Okay. അപ്പോൾ ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. ഇവരുടെ നിയമമാണ്. അത് ചെയ്ത ലോക്കറായി. അവിടെയാണ് ലോക്കർ ഉള്ളത്. സോ ലോക്കറിൽ എൻ്റെ ബാഗ് കയറുമെന്നൊന്നും എനിക്കറിയില്ല. ആയിട്ടൊന്നോ ഇതിനകത്ത് എന്താ പറയുക, എർത്ത്. ഞാൻ എവിടെ പിടിച്ച് തൊട്ടാലും എർത്താണല്ലോ. ആയിട്ടൊന്നോ ഇതിനകത്ത് ഞാൻ എങ്ങനെ വെക്കാനാണ്? എനിക്ക് തോന്നുന്നില്ല. I can just place here. It's not coming there. No, this is big here. Okay. ജസ്റ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ്. കാര്യം അത് ചെറിയ ലോക്കറാണ്. ഐ മീൻ എൻ്റെ ഇത് അതിനകത്ത് കൊള്ളത്തില്ല. ബ്രോ സിംഗിൾ ഹയാക്ക് ഹൗ യു ലാസ്റ്റ്? ഓക്കെ, അപ്പോൾ ഞാൻ സിംഗിൾ ഹയാക്ക് എടുത്തിരിക്കുകയാണ്. അല്ലേ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. അടിപൊളിയാണ്, രക്ഷയില്ലാത്ത വ്യൂ ആണ്. എൻ്റെ ലഗേജ് അതിനകത്ത് കൊള്ളത്തെ കൊണ്ട് ഞാനിപ്പോൾ സൈഡിൽ അവർക്ക് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഹായ്, ഹൗ ആർ യു? സിംഗിൾ ഹായ്. This is supposed to be right? Single six. ഒരു ബോട്ട് പോകുമ്പോൾ അടുത്ത ബോട്ട് ഇടുന്നുണ്ട്. നമ്മളെ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ ഉണ്ട്. This is circle, right? Special. Yeah. Okay, ready? Yeah, ready. ഇപ്പോൾ ഒരു ഗൈസ് ഇതാണ് നമ്മുടെ വ്യൂ. കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അടിപൊളി ഗൈസ്, ഒരു രക്ഷയില്ല. ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. കണ്ടില്ലേ, സൈക്കിൾ ഉള്ളവർക്ക് സൈക്കിൾ ഓട്ടി വരാൻ പറ്റും. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഇത് നമ്മളവർ അറിഞ്ഞുകൂടി നമുക്ക് പറഞ്ഞു തരും. ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് അയക്കെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി നൈസ്. ചെയ്യാം, രക്ഷയില്ല. ഹായ്, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? അല്ലേ, അതാണ് സൈക്ലിങ്. അപ്പോൾ സൈക്ലിങ് വേണമെന്നുള്ളവർക്ക് അതെടുക്കാൻ പറ്റും. അങ്ങനെ പോവാം. ചേച്ചി നല്ല ചവിട്ടി പോകുന്നുണ്ട്. നമുക്ക് സൈക്കിളല്ലേ, ഇതാണ് അടിപൊളി. നമ്മളിപ്പോൾ അല്ലേ ഭയങ്കര അഡ്വഞ്ചറാണ്. ഞാൻ അധികം അഡ്വഞ്ചർ എടുക്കുന്നില്ല. ഇതിന് ഭയങ്കര ആഴമെന്നാണ് പറഞ്ഞത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. കാര്യം ഇതിന് ഒരു ബാലൻസാണ്. അങ്ങോട്ട് പോയി. സോറി. അതായത് ഇങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തുഴയണം, അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തുഴയണം. അപ്പോൾ കിട്ടിയില്ലേ? ഒരു രക്ഷയില്ല. അൺലിമിറ്റഡ് ആണ്. എത്ര നേരം വേണമെങ്കിലും ഇവിടെ കിടന്ന് കുച്ചിട്ട് പോകും. ഭയങ്കര ശരിക്കും ആഴം കേട്ടോ. ജാക്കറ്റ് ഇട്ടേക്കൊണ്ട് പൊങ്ങി കിടന്നോളും, കുഴപ്പമില്ല.
അവിടെ ഒരു മോട്ടർ 2 സൈഡിൽ കിടന്ന് അത് 2 പേരുള്ളതാണ്, 2 പേർക്ക് തുഴയാൻ പറ്റും. നമുക്ക് ഒരാൾക്ക് ഇത്ര സ്പീഡൊക്കെ വരുള്ളൂ. ഇതിനകത്തൊരു ഇതുണ്ട് കണ്ടില്ലേ, ഇങ്ങനെ വളവുണ്ട്. ആ വളവ് കറക്റ്റ് നമ്മൾ വെച്ചിട്ട് തന്നെ തുഴയണം. ഓക്കെ. ഇനി അഥവാ നിങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണെങ്കിലും പേടിക്കണ്ട, ഇവർ ഒരുപാട് റൗണ്ട് ചെയ്യുന്നുണ്ട്. റൗണ്ട് ചെയ്തിട്ട് നമ്മളടുത്തോട്ട് വന്നോളും. നമ്മളവിടുത്ത് വന്നിട്ട് അവർ കൂട്ടിക്കൊണ്ട് പോയിക്കോളും. ഒന്നും പേടിക്കണ്ട, നോ പേടി. ഓക്കെ. കരയിക്കര നിന്നാലിങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. കൈ അഴിക്കുന്നത് ഒരു മോട്ടർ ഫിറ്റ് ചെയ്ത് വിട്ടുകൂടെ അവന്മാർക്ക്. കൊള്ളാം, വെരി നൈസ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, കണ്ടില്ലേ? ഈ സാധനം പിടിച്ചോടെ ഇത് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇത് കിട്ടത്തില്ല അല്ലേ? ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അപാരാണ്. അവരുണ്ടല്ലേ ഫുള്ള് നിരന്ന് മറ്റേ റേസിന് നിൽക്കുന്ന കണക്ക്, റേസിങ്ങിന് പോകുന്ന കണക്ക്. അയ്യോ എന്തല്ലേ. शायद कभी न कह सकूं तुमको. ഇവർക്കൊക്കെ തുഴയറിയാം, എനിക്ക് തുഴയറിയത്തില്ല. ഇത്രയ്ക്ക് പ്രതീക്ഷ മതി എന്നിൽ നിന്ന്. മത്സരത്തിൽ ഞാൻ അവസാനമാകും. ഒന്നും പഠിക്കണ്ട, ഞാനുണ്ട്. വണ്ടി മാറ്റ്. ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാത്തൊരു പാവം ഞങ്ങൾ. ഇവിടെ കുറച്ച് ആഴം കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ. പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട്. അവള് എന്നെ പോലെ പാവം. ഐ മീൻ തുഴയറിഞ്ഞൂടാത്ത പാവം ഇപ്പൊ കുറച്ച് പോകുന്നുണ്ട് കേട്ടോ. അവള് ലാസ്റ്റ് ഇതിനൊക്കെ കുറച്ച് സ്റ്റാമിന വേണം കേട്ടോ. സ്റ്റാമിന ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തുഴയാൻ പറ്റുള്ളൂ. സ്റ്റാമിന ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും നടക്കും പുറത്ത്. ഓക്കെ, ജസ്റ്റ് ഷോട്ട്. ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ, ഭയങ്കര അടിപൊളി വ്യൂ ആണ്. കണ്ടല്ലേ ഇവിടുത്തെ വ്യൂ ഇതാണ് അല്ലേ. പിന്നെ നമ്മളിവിടെ വന്നവർ ഇവിടെ ഉണ്ട്. കുറച്ച് പേര് അങ്ങോട്ട് പോയിരിക്കണം, ആ കോർണറിൽ. അവിടം വരെ ഉള്ളൂ, ഫുള്ള് ഇങ്ങനെ കിടക്കും. നമുക്ക് ആ കോർണറിൽ നിന്നാലേ നമ്മൾ ചോദിക്കും അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന്. ഇതൊരു ഡാം, അങ്ങോട്ടൊന്ന് പോയി നോക്കണം ജസ്റ്റ് എന്താണ് അവസ്ഥയെന്ന്. അങ്ങോട്ടും കുറച്ച് വെള്ളം കാണുന്നു. എനിക്ക് തോന്നുന്നു അവിടെ എൻഡിങ് വെള്ളമായിരിക്കും, എൻഡിങ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. വെരി നൈസ് യാ. You will hit me? No problem. I will divert you. Thank you. You're from... Oh. No problem. You're from where? The UK. Ah, okay. You? Yeah, I'm from India. Ah, lovely. Are you having fun? India, Kerala. I am working here. Are you? Yeah. A lovely place to work. Yeah, it's Dubai is very nice. Yeah. Bye. Bye. അപ്പോൾ അവർ UK നിന്ന് കറങ്ങാൻ വന്നിരിക്കുകയാണ്. അവരിവിടെ വിസിറ്റേഴ്സാണ്. ജസ്റ്റ് നമ്മളൊക്കെ അവിടെ വർക്ക് ചെയ്ത് ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കുന്നത്. ഇപ്പോൾ കുറച്ച് സ്റ്റേബിളായിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും ഞാൻ ക്യാമറ എടുക്കുമ്പോൾ വണ്ടി എങ്ങോട്ടെങ്കിലും പോകും. ക്യാമറയോടെ വലുത് ജീവനോടെ വലുത് നിങ്ങൾ പറയും. അല്ല, എനിക്ക് നിങ്ങളെ വലുത് കേട്ടോ. ഞാൻ ഇത്രയും സഫർ ചെയ്തത്, സത്യം പറയാണ്, ഞാൻ ഇത്രയും സഫർ ചെയ്തിട്ടാണ്. ആരാണത്? എന്താണ്? അവർ നോക്കാൻ വരുന്നതാ. ഞാൻ ഇത്രയും സഫർ ചെയ്തിട്ടാണ് കേട്ടോ ശരിക്കും ഇവിടെ വന്നത്. ഐ മീൻ ഇവിടെ വന്നതല്ല, എനിക്ക് ഭയങ്കര വിഷമമായി പോയി അവസാനമൊക്കെ. എനിക്ക് ഫുട്ടേജ് ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ശരിക്കും നല്ല അപ്സെറ്റ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാറ്ററി എല്ലാം കഴിഞ്ഞു, വീഡിയോ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഇവിടെ ഉള്ള കുറച്ച് നമ്മളെ റിസപ്ഷനിലൊക്കെ ഉള്ളവരെ ഹെൽപ്പ് ഞാൻ പറഞ്ഞു, എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് ചാർജ് ചെയ്ത് തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസ് കൊണ്ടുവരാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു.
അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അല്ല ഞാൻ എന്ത് പറയാനോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. സപ്പോർട്ട് ചെയ്യുക വേണ്ട എന്താണെന്നൊക്കെ പറഞ്ഞാൽ വണ്ടർഫുൾ വണ്ടർഫുൾ. ഒന്ന് ലൈഫിൽ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എൻജോയ് ചെയ്യുക. കണ്ടില്ലേ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ആ സൈഡിൽ നമുക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഗൈസ്, ഇവിടെ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതുണ്ടോ ആടൊക്കെ നിൽക്കുന്നത്. ഇത് എങ്ങനെ ഇവിടെ വന്നതെന്നൊന്നും അറിയാൻ വയ്യ. അല്ലേ, നമുക്ക് അടുത്തോട്ട് പോവാം. അടുത്തോട്ട് പോകുന്ന ടാസ്ക്കാണ്. എന്തോ ആടും ഒരു കുട്ടിയുണ്ട് കഴിച്ച്. ഇത് എങ്ങനെ ഇവിടെ എത്തുന്ന ഒരു പിടുത്തവും ഇല്ല. അടിപൊളി കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വന്നതാണ്. പുള്ളിക്കാരൻ പറഞ്ഞ് ജസ്റ്റ് വർക്ക് ലീഫൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഒറ്റയ്ക്ക് വന്നതാണ്. ഒരുപാട് പേര് ഇങ്ങനെ സോളോ അടിക്കുന്നുണ്ട്. കാര്യം സോളോ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലൊരു ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക, ഫുൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മാറ്റി വെച്ച് നമുക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. ഈവൻ എന്താണ് പാവരിച്ചെങ്കിൽ പാവരിച്ച് കിടക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ റിസോർട്ട് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊന്നും. എല്ലാത്തിനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണ്ടേ. ഇതൊരു ഡിഫറെൻറ്റ് വ്യൂ ആണ്. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് എൻ്റെ മോനെ. ഗൈസ്, അങ്ങനെ നമ്മളെ ബസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഓക്കെ, തിരിച്ച് അവിടെ നിന്ന് നമുക്ക് ഇന്നലെ വന്ന വണ്ടി തന്നെ കിട്ടി. അതായത് ഇന്നലെ ഡ്രൈവർ തന്നെ നമുക്ക് കിട്ടി. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇറങ്ങുവാണ്. നമ്മളെ സ്ഥലമെത്തി. ദുബായിക്കുള്ള ബസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് നമ്മളിവിടെ എത്തി. ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഇവിടുത്തെ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് പുള്ളി. ഇന്നലെ വഴിയൊക്കെ പറഞ്ഞു തന്നു. തിരിച്ചു വരാൻ പുള്ളിയുടെ ബസ് തന്നെ കിട്ടി. അത് തന്നെ വലിയ ഭാഗ്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളെ വണ്ടി വന്നിട്ടില്ല. ഇവിടെ കിടക്കുന്ന ബസ് എന്ന് പറഞ്ഞാൽ അല്ലേ ഫുള്ള് ഇത് തന്നെയാണ്. ഹത്ത ഡാമിലേക്കുള്ള ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത്. എൻ്റെ കൈയൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതിൽ നിന്ന് വെള്ളം തെറിച്ചിട്ട് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. നല്ല ദാഹമുണ്ട്. ഒരു വെള്ളം എടുക്കാം, ജസ്റ്റ് ഇടുക. നമുക്ക് എന്താണ് മായി ദുബായ്. ഓക്കെ, എന്തോ വന്നു പച്ച നിൽക്കുക. ഓക്കെ, ആദ്യം നിൽക്കിയത് തന്നെ വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ബസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അടിപൊളിയാണ്. നമ്മളെ ബസ് ഇതുവരെ വന്നിട്ടില്ല. നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഗൈസ്, ഇവിടെ നമുക്ക് ട്രാവലേഴ്സിന് വേണ്ട മെയിൻ സംഭവം ഇല്ല. ഐ മീൻ ചാർജിങ് പോർട്ട് ഒന്നുമില്ല. വെയിറ്റിംഗ് ലോഞ്ചിലായാലും ഒന്നുമില്ല. വെയിറ്റിംഗ് ലോഞ്ച് എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ചാർജിങ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പില്ല. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ വരേണ്ട. ഹത്ത ബസ് സ്റ്റേഷനും ഇതാണ് മെയിൻ ബസ് സ്റ്റേഷൻ. ഇവിടെ വന്നിട്ട് നിങ്ങൾ നേരെ ഡാമിലേക്കുള്ള ബസ്സുണ്ട്. ഡാമല്ല, ആ ബസ്സിൽ കയറിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഹെറിറ്റേജിലോ വാദിയിലോ എവിടെ വേണമെങ്കിലും പോകാം. അതിനകത്ത് ടോട്ടലി ഇവിടെ മൊത്തം കറങ്ങുന്നതിന് വേറെ 14 ദിറംസേ ഉള്ളൂ. അല്ലേ, ഭയങ്കര സുന്ദര ഗ്രാമപ്രദേശം അല്ലേ, അടിപൊളിയാണ്.